പ്രകാശ്, വെരി ഗുഡ് മോർണിംഗ് അടൂർ പ്രകാശ്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? പി വി അൻവറിന്റെ പ്രതികരണം താങ്കൾ കേട്ടിരുന്നു. കെ സി വേണുഗോപാലെ കാണുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അനുനയത്തിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. കെ സി വേണുഗോപാലിനെ കണ്ട് പി വി അൻവർ UDF-ൽ തുടരുമെന്ന് തന്നെയാണോ പ്രതീക്ഷ ഇപ്പോഴും? സംശയം വേണ്ട. നിങ്ങൾ എല്ലാവരും കൂടി ചർച്ച നടത്തി അൻവറിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ട് എത്തിക്കാം എന്ന് കരുതാൻ അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒന്നിച്ച് കൂട്ടായി പ്രവർത്തിക്കും. ഒരു സംശയം വേണ്ട. അപ്പൊ അൻവർ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു, കെ സി വേണുഗോപാൽ എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾക്കൊന്നും ശ്രീ അടൂർ പ്രകാശ്, ഇതിനകത്ത് ഇപ്പൊ ഞാൻ PMA സലാമിന്റെ പ്രതികരണം ഞങ്ങൾ എടുക്കുകയായിരുന്നു. PMA സലാം പറയുന്നത് വ്യക്തമായ കാര്യങ്ങൾ UDF തീരുമാനിച്ചതാണ്, അസോസിയേറ്റ് കക്ഷിയാക്കാം എന്നുള്ള വിവരം പി വി അൻവറിനെ അറിയിച്ചതുമാണ്. പിന്നീട് ഇനി എവിടെയാണ് തർക്കം? അതേക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. കാര്യം UDF-ന്റെ കൺവീനർ സ്ഥാനം ഞാൻ ഏറ്റെടുത്തിട്ട് വളരെ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ. എന്തായാലും അത്തരം UDF-ന്റെ യോഗം ഈ വരുന്ന 3-ാം തീയതി ഞങ്ങൾ UDF-ന്റെ യോഗം കൂടുന്നുണ്ട്. സംസ്ഥാനത്തുള്ള യോഗം കൂടുന്നുണ്ട്. ആ യോഗത്തിന് ശേഷമേ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ ഇല്ലാതിരുന്ന ഒരു സമിതിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ എന്താണ് പ്രതികരണം എന്ന് എന്നോട് ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 3-ാം തീയതി ചേരുന്ന യോഗത്തിലായിരിക്കും ഈ പി വി അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. അങ്ങനെയാണോ ഇനി മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞങ്ങള് കൂട്ടായി ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ലല്ലോ. ഞങ്ങള് UDF-ന്റെ വിവിധ നിരവധി ഘടകകക്ഷികളുണ്ട്. അവരുമായി ഒക്കെ ചർച്ച ചെയ്ത് കാര്യങ്ങളിലേക്ക്. സംശയം ശ്രീ അടൂർ പ്രകാശ്, ഇപ്പോൾ PMA സലാം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ വരുന്നതിന് മുൻപുള്ള UDF യോഗത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ്. അത് താങ്കൾക്കറിയാമോ? അല്ലേ, എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. എനിക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ഇതിലിപ്പോ കാര്യങ്ങൾ ഇത്ര വഷളായത് UDF-നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? കാരണം UDF-ന്റെ അസോസിയേറ്റ് കക്ഷിയായിട്ട് അംഗീകരിക്കാമെന്ന് പറഞ്ഞ ഒരു കക്ഷിയുടെ നേതാവ് UDF-ന്റെ തന്നെ സ്ഥാനാർത്ഥിയെ ആദ്യ ദിവസം തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇല്ല, അത് ഞങ്ങള് അതിന് പിന്നെ പി വി അൻവർ പെട്ടെന്നുള്ളൊരു വികാരത്തിന്റെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. പക്ഷെ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ശ്രീ അടൂർ പ്രകാശ് പി വി അൻവറുമായി സംസാരിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് സൗകര്യം കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ കാണും. അതായത് അടൂർ പ്രകാശ്, ശ്രീ പി വി അൻവർ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് UDF-ഉം പറയുന്നത്. പിണറായി സത്തിനെതിരെ LDF സർക്കാരിനെതിരെയാണ് പി വി അൻവറും നിൽക്കുന്നതാണ് പി വി അൻവർ ഇന്നും ആവർത്തിച്ചു പറയുന്നത്. അത് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഈ പിണറായി സർക്കാർ ഉള്ള ഒരു ശബ്ദം ഉയർത്തുക എന്നുള്ളതും അതിനെതിരെ ജനങ്ങളുടെ വികാരം എന്താ എന്ന് ഓക്കെ.